ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന് എമ്പുരാൻ, മറ്റൊന്ന് രണ്ടാമൂഴം. രണ്ടാമൂഴം എന്ന് കേൾക്കുമ്പോണ്ടല്ലോ കാത്തിരിക്കുന്ന ഒരു സിനിമ. അതിന്റെ അപ്ഡേറ്റ്സിന് വേണ്ടിട്ട് എന്താണ് ആ കാത്തിരിപ്പൊക്കെ എന്താവുന്നുള്ളത് കണ്ടെന്നെ അറിയാം. അതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ഒരു പേജിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്, അതിനെക്കുറിച്ച് പറയാം. അതിന് മുൻപ് എമ്പുരാൻ സിനിമ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് സിനിമകൾ റിലീസിനെത്തിയത് വലിയൊരു അഭിപ്രായം നേടിയിട്ടില്ല, എല്ലാവരും ആവറേജ് ആണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എമ്പുരാന് കുറച്ച് തിരക്കുകൾ കൂടിയിട്ടുണ്ട്. വീണ്ടും സ്ക്രീനുകളൊക്കെ കൂടി തുടങ്ങി എന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റാണ് സിനിമ. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് ഒരു സ്നീക്ക് പീക്ക് വന്നിട്ടുണ്ട്, ഒന്ന് കാണാം. കാണാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സോറി, മറന്നായിരുന്നു കേട്ടോ. സാരല്ല, മറക്കുന്ന നമുക്കറിയാലോ. ഹാപ്പി വിഷു, ആഘോഷിക്കൂ. ഓക്കെ, സ്നീക്ക് പീക്ക്. ഓക്കെ, കാണാം. ഞാൻ എന്താണ് പറയേണ്ടത്? മനുഷ്യപുത്രൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്യമുണ്ട്, പറയുന്നത് നീ ആയിരിക്കില്ല, നിന്നിലൂടെ പറയുന്നത് നിന്റെ പിതാവായിരിക്കും. നെടുമ്പള്ളിയുടെ കാവലാളായി എന്നെന്നും നിലയുറപ്പിച്ച PK രാംദാസ് എന്ന എൻ്റെ അച്ഛൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ ജീവന്റെ അവസാന ശ്വാസം വരെ ഈ അവകാശ സമരത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ആ സമയത്തുള്ള ഒരു അല്ലേ, ആ കയ്യിൽ മറ്റേ ഇതൊന്നും ലേസറും അടിക്കുന്നില്ലേ, ഓരോരുത്തരുടെ കയ്യിലങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു ജംഗിൾ പൊളിയുടെ ടൈമാട്ടോ അത്. അതൊരു ഒന്നൊന്നര ഐറ്റായിരുന്നു. ഏറ്റവും ഭീകരമായിട്ടുള്ള സീനാണ് മഞ്ജു വാര്യരുടെ ആ ഒരു സത്യം, ആ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള വരവ്. അവിടെ നിന്നാണ് അങ്ങോട്ട് മഞ്ജു വാര്യരുടെ ഒരു പീക്ക് പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നല്ലോ. സൂപ്പർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ ടൈമില്. എന്താണെങ്കിലും ആ സമയങ്ങളിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതും പീക്കാ, കുറച്ച് ഭീകര സാധനമായിരുന്നു. ഇപ്പോൾ ഇതിൽ ഈ സ്നീക്ക് പീക്കിൽ, അതായത് ഇപ്പോൾ ഒരുപാട് വിവാദം ഉണ്ടായി, അതിനുശേഷം ചില വെട്ടലുകളൊക്കെ സിനിമയിൽ വരുത്തി 2 മിനിറ്റ് 8 സെക്കൻഡിൻ്റെ ഡ്യൂറേഷനിൽ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ശേഷം വരുന്ന ഒരു വീഡിയോ ആണിത്. അതിലാണ് ഈ ഒരു പ്രതിജ്ഞ അതിൽ പറയുന്നത്, എൻ്റെ ജീവൻ അവസാനിക്കുന്നത് വരെ ഇതിനു വേണ്ടി പോരാടുന്നുള്ളത്. അത് ആ ഒരു സമയത്തുള്ള എന്താ പറയാ, ആ സമയത്ത് മഞ്ജു വാര്യർ അതുവരെ കാണുന്ന മഞ്ജു വാര്യർ അല്ല, അവിടുന്ന് അങ്ങോട്ട് ഭീകരമായിപ്പോയി. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതായത് സിനിമയുടേത് മാത്രമല്ല, ഇവർക്ക് വേറൊരു വിഭാഗത്തിന് സിനിമയായിട്ട് കാണാതെ ഇതിനെതിരായിട്ട് നിൽക്കുന്നില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിന് തന്നെ നിൽക്കുന്നു, കുറച്ച് നിൽക്കുന്നുള്ളൂ. അതെ, ഓക്കെ. എന്തായാലും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടട്ടെ. അടുത്തത് രണ്ടാമൂഴം. MTയുടെ സ്ക്രിപ്റ്റിൽ ലാലേട്ടൻ നായകനായി രണ്ടാമൂഴം സംഭവിക്കുമെന്നുള്ള ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. അത് ചെറിയ കാലപ്പഴക്കമൊന്നല്ല അതിനുള്ളത്, കുറച്ച് അധികം കാലങ്ങളുണ്ട്. എന്തായാലും രണ്ടാമൂഴം സംഭവിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് സൂചനകൾ വരുന്നത്. ഇപ്പോൾ MT നമ്മുടെ അടുത്തില്ല, ആള് നമ്മളെ വിട്ടുപോയി. പക്ഷെ ആളുടെ കൃതികളും ആളുടെ സംഭാവനകളും നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. അതെ, ആളുടെ മകള് തന്നെയാണ് ഈ ഒരു ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അത് അമൃത TV കൊടുത്തൊരു ഇന്റർവ്യൂലാണ് ഇത് പറഞ്ഞത്. എന്താണെങ്കിലും അച്ഛനും കൂടി ധാരണയുള്ള ഒരാളെ രണ്ടാമൂഴത്തിന്റെ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ സിനിമ അനൗൺസ് ചെയ്യും അശ്വതി V നായർ. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഉടനടി അനൗൺസ്മെന്റ് ഉണ്ടാവും. അതാണ്. ഓക്കെ, അത് ആരാണെന്നുള്ളത് അവർ പുറത്തു വിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ലാലേട്ടൻ തന്നെയാണോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ലാലേട്ടനെ വെച്ചിട്ട് തന്നെയാണോ ഒരു പ്ലാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. നോക്കട്ടെ, ഇത് ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാമൂഴം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായ MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട നോവലായ രണ്ടാമൂഴം സിനിമയാകുന്നു എന്ന് അനൗൺസ് ചെയ്തത് 2017 മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഭീമനായി അവതരിക്കുന്നത് കാണാൻ ആരാധകർ അന്ന് തൊട്ട് കാത്തിരിക്കുകയാണ്. അതൊരു സത്യമായിരുന്നു കേട്ടോ. അങ്ങേരെ ആ ഒരു ഇതിൽ വരുന്നത്, എൻ്റെ പൊന്നെ,
ബാക്കി ഒടിയന്റെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് MT സ്ക്രിപ്റ്റ് തിരികെ വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു. രണ്ടാമൂഴം ഉറപ്പായും സിനിമയാകുമെന്ന് പറയുകയാണ് MTയുടെ മകൾ അശ്വതി വി നായർ. 12 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് MT രണ്ടാമൂഴം എന്ന നോവൽ പൂർത്തിയാക്കിയതെന്ന് അശ്വതി പറഞ്ഞു. 12 വർഷമോ? ഒരു സംഭവം പോലായിട്ടുള്ള കൃതിയാണത്. യെസ്. ബാക്കി ആ നോവൽ സിനിമയാക്കണമെന്ന് MTയുടെ വലിയ ആഗ്രഹമാണെന്നും അത് പൂർത്തിയാക്കപ്പെടുമെന്നും അശ്വതി കൂട്ടിച്ചേർത്തു. MTക്ക് കൂടി ധാരണയുള്ള ഒരാളെ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ആരായിരിക്കും അധികം വൈകാതെ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നും ചെയ്യുമെന്നുമായിരുന്നു കേട്ടോ. അനൗൺസ് ചെയ്യുമെന്നുമാണ് അശ്വതി വി നായർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ ആ സിനിമ വരണമെന്നും അശ്വതി പറയുന്നു. അതല്ലേലും അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. 2020 മുതൽ അതിന്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളും ആരംഭിച്ചിരുന്നുവെന്നും എന്നാൽ കോവിഡ് കാരണം എല്ലാം മുടങ്ങിയെന്നും അശ്വതി വി നായർ പറഞ്ഞു. സിനിമ പൂർത്തിയാകാൻ ചുരുങ്ങിയത് 4 വർഷത്തോളം വേണ്ടി വരുമെന്നും അശ്വതി പറഞ്ഞു. അതിന്റെ പ്രൊഡക്ഷനിൽ 4 വർഷം. അപ്പം ലാലേട്ടന് പൂർത്തിയാവാൻ അപ്പം ലാലേട്ടനൊന്നും നോക്കണ്ട കേട്ടോ, വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലേ? 4 വർഷമൊക്കെ അതിനുവേണ്ടി, അതായത് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനു വേണ്ടി തന്നെ ഫുൾ ടൈം അതിനു വേണ്ടി തന്നെ ചെയ്യണ്ടേ? അതിന്റെ ഇടയ്ക്ക് വേറെ സിനിമകളിലേക്കൊന്നും പോക്കടക്കൂലല്ലോ. അപ്പോൾ മെയിൻ നമ്മുടെ മെയിൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കമലഹാസനായിരിക്കും. കമലഹാസനും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ 4 വർഷമൊന്നും അവരെ പോലുള്ള സീനിയർ ആക്ടേഴ്സ് ആർട്ടിസ്റ്റുകളും നിൽക്കൂല. അങ്ങനെ നമ്മൾ അടുത്ത ഓപ്ഷനൊക്കെ വെച്ച് അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ കമലഹാസൻ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും 4 വർഷം അപ്പോൾ അവരൊന്നും ഉണ്ടാവില്ല. അതേ പറഞ്ഞ പുതിയ ആൾക്കാരെ വെച്ചിട്ട് വല്ലതും ചെയ്യുന്നുള്ള പരിപാടിയായിരിക്കും. അറിയത്തില്ല കേട്ടോ, എന്താന്ന് നമുക്ക് അറിയാത്ത കാര്യമാണ്. നമ്മൾ ഏകദേശം ഒരു ധാരണയെ പറയുന്നതാണ്. രണ്ടാമൂഴം വന്നാൽ തന്നെ അത് ഹൈപ്പുള്ള സിനിമയാണ്. പിന്നെ സ്റ്റാറൊക്കെ അതിന് ശേഷം അതൊരു സത്യം. ലാലേട്ടൻ ആവണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. ലാലേട്ടനായ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ മലയാളികളെല്ലാം ലാലേട്ടന്റെ മുഖം അവിടെ കണ്ടു പതിഞ്ഞു. അതായത് ഭീമനായിട്ട് ലാലേട്ടൻ, അല്ലാണ്ട് വേറൊരാളെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. ഞാൻ PSCക്ക് പഠിക്കുന്ന സമയത്താണ് രണ്ടാമൂഴം വായിക്കുന്നത്. രണ്ടാമൂഴം വായിക്കാൻ കാരണം ഈ സിനിമ ലാലേട്ടൻ ഭീമനായി വരുന്നു, അത് ഇന്ന കൃതിയുടെ ഇതിലാണ് രണ്ടാമൂഴം എന്നുള്ള ടൈറ്റിലാണ് വരുന്നത് എന്നുള്ളത് ന്യൂസ് വന്നപ്പോഴാണ്. അതെ. അപ്പൊ ആലോചിച്ചാണ് വായിക്കുന്ന സമയേ നമ്മൾ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവിടെ. അതാണ് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു രൂപം കൊടുക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിൻ്റെ മുഖം ഓർമ്മയില്ല. പഴശ്ശിരാജ അങ്ങനെയാണോ ഇരിക്കുന്നത്? ഒരിക്കലും അല്ല. ചരിത്രത്തിലെ യഥാർത്ഥ പഴശ്ശിരാജ ഒരു സ്ലിം ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്കിപ്പോൾ പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ മുഖം, അതുപോലെ ഭീമൻ എന്ന് പറഞ്ഞാൽ അത് ലാലേട്ടൻ്റെ മുഖം. എന്താണെങ്കിലും അതിന്റെ പ്രൊഡക്ഷനിൽ താൻ ഭാഗമായേക്കില്ലെന്നും അശ്വതി പറയുന്നു. അമൃത TVയോട് സംസാരിക്കുകയായിരുന്നു അശ്വതി വി നായർ. 12 വർഷം റിസർച്ച് ചെയ്ത ശേഷമാണ് അച്ഛൻ രണ്ടാമൂഴം പൂർത്തിയാക്കിയത്. രണ്ടാമൂഴം സിനിമയാകണമെന്ന് അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ആഗ്രഹം എന്തായാലും നടത്തും. ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ വലിയൊരു സിനിമയായി വരണം. 2020 മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, എന്താണെങ്കിലും അപ്പോൾ സംഭവിക്കും, സിനിമ സംഭവിക്കും. അത് അവരങ്ങനെ വെറുതെ വിടാനുള്ള ഉദ്ദേശത്തിലൊന്നും സംഭവിച്ചിരിക്കും. അത് അങ്ങനെ കളയാനുള്ള പരിപാടികളൊന്നുമില്ല. ആരെ വെച്ച് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി, അല്ലേ? അതെ, ആരെ വെച്ച് ചെയ്യുന്നു, അതിൽ ആരൊക്കെ വരും എന്നുള്ളതൊക്കെയാണ് പിന്നീടുള്ള അതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ആര് സംവിധാനം ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, അല്ലേ? ഇതിൽ ആര് വന്നാലും ഇപ്പോൾ ലാലേട്ടൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും ആളെ വളരെ മോശമായി പ്രസന്റ് ചെയ്യുന്ന ഒരു സംവിധായകനാണെങ്കിൽ നമുക്കത് ആഗ്രഹമല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അതിനേക്കാൾ നല്ല വരാതിരിക്കുകയാണ്, ട്രോള് വരാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? എന്നാലും MDക്കും കൂടി ഓക്കെ ആ സംവിധായകൻ ആരായിരിക്കും? സംവിധായകനെ ഏൽപ്പിച്ചു. നല്ല മണിരത്നം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മണിരത്നത്തിനെ ഏൽപ്പിച്ച് മണിരത്നം സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കമലഹാസനെ കാണുവാണ് ഏൽപ്പിച്ചേക്കുന്നത്. കമലഹാസനും മണിരത്നം MD തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതാ പറഞ്ഞ ഇവരെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നടത്താൻ വേണ്ടി. അതല്ലട്ടോ പറഞ്ഞത്, ബന്ധം ഭയങ്കര ബന്ധമുള്ളവരാണ്. കാരണം നമുക്കറിയാം മനോരഥങ്ങളുടെ എല്ലാ കാര്യത്തിനും കമലഹാസൻ ഉണ്ടായിരുന്നു. അത് വന്നത് ഇതിന്റെ പേരിലാണ്. ഇവര് തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. അപ്പൊ ആ ഒരു ബന്ധം തന്നെ ഇപ്പൊ മണിരത്നത്തിന്റെ പേര് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോ കണക്ഷൻ ആ വഴിക്കൊക്കെ പോയേക്കാം.
എന്തായാലും ഇതിന്റെ അനൗൺസ്മെന്റ് ഉടൻ തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. കാത്തിരിക്കുകയാണ്. കാത്തിരിക്കാം. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.